അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടിയുടെ വിശദാംശങ്ങളുമായി സൂരജ് സജി കൂടി ചേരുകയാണ്. സൂരജ്, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ കുട്ടിയുടെ മൃതദേഹം ഇന്നലെ ലഭിച്ചതിന് ശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. ഈ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. 9 മണിയോടുകൂടി ഈ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടുകൂടി 9 മണിയോടടുത്ത് ഈ പോലീസ് സംഘം അടക്കം ഇങ്ങോട്ടേക്ക് എത്തി ഈ വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തും. അതിനുശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടക്കുക. ദ്രുതഗതിയിൽ, അതായത് സാധാരണ ഈ 9 മണിക്കൊന്നും ഇൻക്വസ്റ്റ് നടപടി നടക്കാറില്ല. പക്ഷെ എന്നാൽ പോലും വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് 9 മണിക്ക് ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ആശുപത്രി ജീവനക്കാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തിക്കഴിഞ്ഞാൽ 9 മണിയോടുകൂടി, ഒരുപക്ഷെ 9 മണിയിലേക്ക് പോയേക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 9 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹം ഇവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. വിവരങ്ങൾ നൽകിയത്